ഹരേ കൃഷ്ണ. ത്രിമധുരം ചാനലിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഭക്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരേ ഒരു ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൃഷ്ണ വിഗ്രഹവും വേണ്ടവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല കേട്ടോ. അപ്പോൾ ഒരു അനുഭവം കേട്ടാലോ? വളരെ പെട്ടെന്ന് തന്നെ കേൾക്കാം. ഹരേ കൃഷ്ണ. ഇന്നലെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. അതായത് ഗുരുവായൂർ പോകാനുള്ള ആഗ്രഹം അങ്ങനെ മനസ്സിൽ തന്നെ ഉണ്ട്. മിനിഞ്ഞാന്നൊരു സ്വപ്നം കണ്ടു. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നതായിട്ട്. ഇന്നലെ രാവിലെ ഞാൻ തനിയെ കടലായി അമ്പലത്തിൽ പോയി. വ്യാഴാഴ്ച പിന്നെ ഗുരുവായൂരിൽ ഭഗവാന്റെ കളഭാട്ടം നടക്കുന്ന ദിവസവും ഒരുപാട് സന്തോഷത്തോടെ അമ്പലത്തിലെത്തി. തിരക്ക് കൂടുതലൊന്നുമില്ല. നല്ല ദർശനം കിട്ടി. ശ്രീകോവിലിനടുത്ത് നിന്ന് ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ തിരുമേനി വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യുന്നു. മനസ്സിലെ വരികളൊക്കെ വന്നു. ജപം കഴിയുന്നതുവരെ ഭഗവാനെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് പാൽപ്പായസം കിട്ടാൻ 11 മണിയാവുമെന്ന് പറഞ്ഞു. ഞാൻ തനിയെ ആയതുകൊണ്ട് അവിടെ ഒരു സൈഡിലിരുന്നു. കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം കളഭത്തിൻ്റെ സുഗന്ധം എനിക്ക് അവിടെ അനുഭവത്തിലുണ്ടായി. എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് വീണ്ടും ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ ഒരു ചേച്ചിയെ കണ്ട് പരിചയപ്പെട്ടു. അതോടെ അതിലേറെ ഹാപ്പിയായി. അവർക്കും കുറേ കൃഷ്ണാനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായ ഒരു ദിനമാണ് കടന്നുപോയത്. ഹരേ കൃഷ്ണ. ഇങ്ങനെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഞങ്ങളിലേക്ക് അയച്ചു തരുന്നത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുക. ചാനൽ ലൈക്ക് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്രിമധുരം ചാനലിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഭക്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരേ ഒരു ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൃഷ്ണ വിഗ്രഹവും വേണ്ടവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല കേട്ടോ. അപ്പോൾ ഒരു അനുഭവം കേട്ടാലോ? വളരെ പെട്ടെന്ന് തന്നെ കേൾക്കാം. ഹരേ കൃഷ്ണ. ഇന്നലെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. അതായത് ഗുരുവായൂർ പോകാനുള്ള ആഗ്രഹം അങ്ങനെ മനസ്സിൽ തന്നെ ഉണ്ട്. മിനിഞ്ഞാന്നൊരു സ്വപ്നം കണ്ടു. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നതായിട്ട്. ഇന്നലെ രാവിലെ ഞാൻ തനിയെ കടലായി അമ്പലത്തിൽ പോയി. വ്യാഴാഴ്ച പിന്നെ ഗുരുവായൂരിൽ ഭഗവാന്റെ കളഭാട്ടം നടക്കുന്ന ദിവസവും ഒരുപാട് സന്തോഷത്തോടെ അമ്പലത്തിലെത്തി. തിരക്ക് കൂടുതലൊന്നുമില്ല. നല്ല ദർശനം കിട്ടി. ശ്രീകോവിലിനടുത്ത് നിന്ന് ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ തിരുമേനി വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യുന്നു. മനസ്സിലെ വരികളൊക്കെ വന്നു. ജപം കഴിയുന്നതുവരെ ഭഗവാനെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് പാൽപ്പായസം കിട്ടാൻ 11 മണിയാവുമെന്ന് പറഞ്ഞു. ഞാൻ തനിയെ ആയതുകൊണ്ട് അവിടെ ഒരു സൈഡിലിരുന്നു. കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം കളഭത്തിൻ്റെ സുഗന്ധം എനിക്ക് അവിടെ അനുഭവത്തിലുണ്ടായി. എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് വീണ്ടും ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ ഒരു ചേച്ചിയെ കണ്ട് പരിചയപ്പെട്ടു. അതോടെ അതിലേറെ ഹാപ്പിയായി. അവർക്കും കുറേ കൃഷ്ണാനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായ ഒരു ദിനമാണ് കടന്നുപോയത്. ഹരേ കൃഷ്ണ. ഇങ്ങനെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഞങ്ങളിലേക്ക് അയച്ചു തരുന്നത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുക. ചാനൽ ലൈക്ക്